ഗുരുദേവായ നമഃ. അരുമാനൂർ നൈനാർ ക്ഷേത്രം കേരളത്തിന്റെ തെക്കേ അറ്റത്ത് പൂവാറിൽ നിന്നും 1 കിലോമീറ്റർ വടക്ക് മാറി അരുമാനൂർ ഗ്രാമത്തിലാണ് ശ്രീ നൈനാർ ക്ഷേത്രം. ഗുരുദേവൻ പലപ്പോഴും ഈ ക്ഷേത്രത്തിൽ വരികയും ധ്യാനത്തിലിരിക്കുകയും പതിവായിരുന്നു. നൈനാർ പതികം എന്ന തമിഴ് തേവാരം ശ്രീ നൈനാർ സ്തുതിച്ചുകൊണ്ട് ഗുരുദേവൻ രചിച്ചതാണ്. യുഗപ്രഭാവനായ ശ്രീനാരായണ ഗുരുദേവന്റെ പാദസ്പർശമേറ്റ് പരിപാവനമായ പുണ്യഭൂമിയാണ് അരുമാനൂർ. 1000-ലധികം സംവത്സരങ്ങളുടെ പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന നൈനാർ ദേവക്ഷേത്രത്തിന്റെ പുനഃപ്രതിഷ്ഠയുടെ 80-ാം വാർഷിക ആഘോഷം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. 1000-ലധികം സംവത്സരങ്ങൾ പഴക്കമുള്ള ഈ ക്ഷേത്രം പുനഃപ്രതിഷ്ഠിക്കുന്നതിന് മുൻകൈയെടുത്തത് ശ്രീനാരായണ ഗുരുദേവൻ. അധസ്ഥിത വർഗത്തിന്റെ മോചനത്തിന് വേണ്ടി പോരാടിയ ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഈ അധസ്ഥിത വിഭാഗത്തെ ഉദ്ധരിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാൽവയ്പാണ് ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുകയും വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും. ആ ഒരു ചുവട് പിടിച്ചുകൊണ്ട് ആണ് അരുമാനൂരിൽ അദ്ദേഹം എത്തുകയും അരുമാനൂരിലെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സാംസ്കാരികപരമായ മുന്നേറ്റത്തിന് മുന്നേറ്റത്തിന് വേണ്ടി ഒരു ക്ഷേത്രം സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഇവിടെ ഈ നൈനാർ ദേവനെ പുനഃപ്രതിഷ്ഠിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഇവിടുത്തെ നാട്ടുകാരെ ബോധവൽക്കരിച്ചത്.